എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് മേജർ ടാസ്ക് ആണ് ഇത്. ഡെഡ് ലൈൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു 9 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടെൻഷൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ഹായ്, എൻ്റെ പേര് ഷൻഷാജി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂരിലെ പുതിയ വർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഗാർഡനിങ് വർക്കാണ്. അത് ചെയ്തിരിക്കുന്നത് ശ്രീറോഷ് ഡെവലപ്പേഴ്സിൻ്റെ പുതിയ ടവർ 1, ടവർ 2 ഫ്ലാറ്റിലാണ്. അവിടെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ എൻ്റെ വീഡിയോസ് വന്നിരിക്കുന്നത് ഈ പേജിൽ റീൽസ് ആയിട്ടും അതോടൊപ്പം തന്നെ ഫോട്ടോസുമാണ്. ആദ്യമായിട്ടാണ് ഞാൻ വോയിസ് എന്ന രീതിയിലൊരു വീഡിയോ ഇടാൻ വന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഷാജി മാത്യു ഫാദർ അറൗണ്ട് 1975 സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ് മാതാ കാർഷിക നഴ്സറി. ഇതിൻ്റെ ഹെഡ് ഓഫീസൊക്കെ വരുന്നത് കോട്ടപ്പാറയിൽ നിന്നാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഉളിക്കൽ കോക്കാട് എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോഴത്തെ പുതിയ ബ്രാഞ്ച് ഉള്ളത്. സോ അവിടുന്ന് കണ്ടുവന്നതും പഠിച്ചതും എൻ്റെ ജീവിതത്തിലായിട്ടുള്ള അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റിലേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതും ഈ കൃഷിയിലാണ്. സോ ഓട്ടോമാറ്റിക്കലി ഞാനിതിൽ ഇൻട്രസ്റ്റഡ് ആണ്. അതിന് ഫാദറിൻ്റെ മോട്ടിവേഷൻ ഉള്ളത് കൊണ്ടും പുള്ളിക്കാരൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടും നല്ലൊരു ലെവലിൽ എനിക്ക് എൻ്റെ ഫാദർ ആക്കി തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് കീപ്പപ്പ് ചെയ്യുക, കുറച്ചും കൂടെ എൻ്റെതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നൊരു സെറ്റപ്പിലേക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. സോ അതിൻ്റെ മെയിൻ പ്രൊജക്റ്റാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അറൗണ്ട് ഇവിടെ വരുന്നതൊരു 5000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഏരിയ ആണ് ഞങ്ങൾക്ക് 2 ടവറിലായിട്ട് ഞങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ, ഞങ്ങൾ കിട്ടിയൊരു സജഷൻ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഈ ഫെൻസസ് ഒന്ന് കവറാകണം, ബട്ട് അധികം മുഷിയാവാൻ പാടില്ല. ഓക്കെ, പിന്നെ മെയിൻ്റെനൻസ് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിലുള്ള മെയിൻ്റെനൻസ് കുറവുള്ള പ്ലാൻസ് ആണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ്. അതൊന്ന് ഫോക്സിൽ പാം എന്ന് പറഞ്ഞൊരു പനയാണ്. സോ അതിന് ലെസ് മെയിൻ്റെനൻസ് ആണ് വരുന്നത്. ഏറ്റവും നമുക്ക് കൂടിപ്പോയി വരുന്നത് ഒരു 50 ഫീറ്റ്സ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നല്ല ഷെയ്ഡും ഇവിടെ ഒരു തണൽ എന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതിൻ്റെ ഓരോ ഫെൻസിൻ്റെ മിഡിലായിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ യുജീനിയ നമ്മൾ നടുക്ക് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു പച്ച ഇലയിൽ നിന്ന്, ഒരു പാമിൽ നിന്ന് മടിയിൽ ഒരു പച്ചയിൽ റെഡ് കളർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ഗാർഡനിൽ എപ്പോഴും ഒരു ഷൈനസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഇതിനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് എല്ലാവർക്കും വളരെ കുറവാണ്. നിങ്ങൾക്ക് തന്നെ നോർമലി ഗാർഡനിൽ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയാണ് മെയിൻ്റെനൻസ് കാര്യങ്ങൾ വരുന്നത്. നോർമലി നമ്മുടെ യുജീനിയ വളരെ മെയിൻ്റെനൻസ് ലെസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് ഈ ഫെൻസസ് നമുക്ക് കവർ എന്ന രീതിയിലാണ് ആകേണ്ടത്. അപ്പം ഞങ്ങൾ നോക്കിയപ്പം ഒരേ പ്ലാന്റ് തന്നെ കൊടുത്താൽ ഇത് ഭയങ്കരമായിട്ട് ആൾട്ടർനേറ്റ് ആവും. അപ്പോൾ ഒരു ഫ്ലവറിങ് വേസസ് ഒരു ലീഫായിട്ടുള്ളത്. അപ്പം നോക്കിയതാണ് കലാത്തിലൂട്ടിയ ഹെലിക്കോണിയൻ്റെ റെഡ് ആൻഡ് യെല്ലോ. അതാകുമ്പോൾ പറയുകയാണെങ്കിൽ ഒരു ലീഫ് കഴിഞ്ഞിട്ട് ആൾട്ടർനേറ്റ് എന്ന പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കലാത്തിലൂട്ടിയ ഹെലിക്കോണിയ ആൻഡ് ഹെലിക്കോണിയ. സോ ഒരു ലീഫിൽ നിന്ന് നമുക്ക് പറയുകയാണെങ്കിൽ നോർമലായിട്ടൊരു ഫ്ലവറിങ് പ്ലാന്റ്സും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ലീഫായിട്ട് ബുഷിയായിട്ട് വരുന്നുണ്ട്. സോ കാണാൻ നല്ല രീതിയിൽ ഫെൻസസ് കവർ ആണെന്നും ചെയ്യും, പക്ഷേ അവർക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഗാർഡനിൽ നല്ലൊരു അട്രാക്ഷൻ എന്ന രീതിയിലേക്കാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡ് ബോർഡറായിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് തായ്പെൻഡാൻസ് പറഞ്ഞ ചെടിയാണ്. ലൈക്ക് ഒരു സൈഡ് ബോർഡർ ഉണ്ടെങ്കിൽ ഒരു ക്ലാസി ലുക്ക് കിട്ടാൻ, അതിൽ ഫുള്ളി ഗ്രാസ് ആകുമ്പോൾ അതിന് ഒരു കവർ ചെയ്യാൻ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു തായ്പെൻഡാൻസ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ അതോടൊപ്പം തന്നെ ഫ്രണ്ട് പോർഷൻ, അതായത് നമ്മുടെ ടവർ 1ൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രം നമ്മൾ കൊടുത്തിരിക്കുന്ന ടെർമിനാലിയ ഗ്രീൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. തട്ടായിട്ട് വരുന്നതാണ്. അത് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഒരു പോഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പിൽ ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം ഇത് നമ്മുടെ ടവർ 1ൻ്റെ എൻട്രൻസ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഞങ്ങൾ ഈ എൻട്രൻസിൽ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ഏതെന്ന് വെച്ചാൽ റാഫീസ്, അതായത് ഫിംഗർ പാമും ഹെലിക്കോണിയൻ്റെ വെരിക്കേറ്റഡും യെല്ലോയും. എന്ത് വെച്ചാൽ നമുക്കിത് അധികം പൊങ്ങാൻ പാടത്തില്ല, ബട്ട് ഒരു പ്രൈവസി, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു പ്രൈവസി, അതോടൊപ്പം പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഒരു പ്രൈവസി എന്ന് കിട്ടുന്ന രീതിയിൽ ഒരു നോർമൽ ഹൈറ്റ്, ഇത് ഇപ്പോഴത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4 to 5 ഫീറ്റ് ഹൈറ്റാണ് വരുന്നത്. അതോടൊപ്പം തന്നെ നടുക്കത്തെ പോർഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെരിക്കേറ്റഡ് ഹെലിക്കോണിയാണ്. വെരിക്കേറ്റഡ് ഹെലിക്കോണിയ ഫ്ലവറിങ് കിട്ടും. അതോടൊപ്പം തന്നെ ആ ഇലയ്ക്ക് ഒരു ഗ്രീനിഷ് മാറിയത് കൊണ്ട് നടുക്കൊരു വെരിക്കേറ്റഡ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നമ്പ്യാർവട്ടം എന്ന ചെടിയാണ്. ചെറിയൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പോൾ എപ്പോഴും ഒരു പൂവും ഷൈനസും കിട്ടും. സോ ഇതാണ് നമ്മുടെ ശ്രീറോഷിൻ്റെ ടവർ 1ലേക്കുള്ള എൻട്രൻസ്. ആ ടവർ 1ലേക്ക് എൻട്രൻസിലുള്ള നമ്മൾ മെയിനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോളോ 3 ലെയർ ആയിട്ടുള്ളൊരു ബോൺസൈ ഫേക്കേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ ആ 2 എണ്ണത്തിനെ കവറപ്പ് ചെയ്ത് ആ ഗ്രീനിഷിൽ നിന്നും ഒരു കളർഫുൾ എന്ന ചേഞ്ചിലേക്ക് നമ്മൾ ആക്കാൻ വേണ്ടിയിട്ടാണ് യുജീനിയ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നോർമൽ മെക്സിക്കൻ ഗ്രാസാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ടവർ 2ൻ്റെ എൻട്രൻസ് വരുന്നത്. ഈ എൻട്രൻസ് നമ്മൾ വെച്ചിരിക്കുന്നത് ക്രോട്ടൺ പ്ലാന്റ്സ് ആണ്. സോ ഇവരെ അധികം
പൊങ്ങാൻ പാടില്ല, ഹൈറ്റ് വെക്കാനും പാടില്ല, എന്നാലും ബുഷിയായി നിൽക്കുകയും ചെയ്യണം. ബട്ട് ഒരു കളർഫുൾ ആയിട്ടുള്ള ലീഫ് ആയിരിക്കണം. ജസ്റ്റ് മെയിൻ്റെനൻസ്. അപ്പോൾ ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരിതാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് രാവിലെ ഒരു ഷെയ്ഡാണ് കിട്ടുന്നത്. ഈ രാവിലത്തെ ഒരു വെയിലിൻ്റെ ഷെയ്ഡ് ആയതുകൊണ്ട് എനർജി നല്ലപോലെ കൺസ്യൂം ചെയ്ത് നല്ലപോലെ പ്ലാന്റ്സിന് ഗ്രോത്തും ഉണ്ടാവും. അതോടൊപ്പം കണ്ടിന്യൂസ് വെയിലും ഇതിന് കിട്ടുന്നത് കുറവാണ് ആക്ച്വലി. അതോടൊപ്പം തന്നെ അതിന് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് സോയിൽ കാണാതിരിക്കാൻ ഞങ്ങൾ അടി നെറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മേലെ നാച്ചുറൽ സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ നാച്ചുറൽ സ്റ്റോൺസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആക്ച്വലി. അതാകുമ്പോൾ എന്തുകൊണ്ട് നാച്ചുറൽ സ്റ്റോൺസ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നെറ്റ് വിരിച്ചിട്ടാണ് നമ്മൾ നാച്ചുറൽ ഇടുന്നത്. അപ്പം കാട് കാര്യങ്ങൾ മുളയ്ക്കാനും ഈ നമ്മൾ നനയ്ക്കാൻ നേരത്ത് ചെളി ഈ കല്ലിൽ പറ്റാതിരിക്കാനും ചാൻസസ് ഉണ്ട്. അതൊക്കെ കവർ ചെയ്യാനാണ് നമ്മളിത് കീപ്പപ്പ് ചെയ്തത്. സോ ഈ സെക്ഷൻ ടവർ 2-ൻ്റെ സൈഡ് പോർഷൻ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട്സ് ആണ് ആക്ച്വലി. മാംഗോ, ലെമൺ, റംബൂട്ടാൻ, സപ്പോട്ട, ചാമ്പ. ലൈക്ക് ഇത് ഫ്രണ്ട് പോർഷൻ അല്ല, ഇതൊരു ബാക്ക് സൈഡാണ് നമ്മുടെ ഈ ടവറിൻ്റെ പുറകെ വരുന്നത്. സോ അതോടൊപ്പം തന്നെ ലൈക്ക് ഫ്രണ്ടിൽ കൊടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. സോ ഇവർക്ക് ഫ്രൂട്ട്സ് വേണം എന്നുള്ള അർജൻസി ഉള്ളത് കൊണ്ട് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെഗ്മെൻറ്റ് ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. ആർക്കൊരു ശല്യം വരുന്നില്ല. ലൈക്ക് അവിടെ ഒരു പാർക്കിംഗ് സെറ്റപ്പിലേക്കാണ് അത് പോകുന്നത്. സോ ആർക്കൊരു ശല്യമില്ല, ബട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. അതേപോലത്തെ ഒരു ഏരിയ നമ്മൾ അപ്പുറ സൈഡ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് പച്ചക്കറിയുടെ സെക്ഷനാണ്. അത് ടവർ 1-ൻ്റെ ബാക്ക് സൈഡാണ്. സോ അവർക്കും അവിടെ യാതൊരു ബുദ്ധിമുട്ടും എന്നില്ലാത്ത രീതിയിലാണ് ഞങ്ങളത് കീപ്പപ്പ് ചെയ്തു പോയത് ആക്ച്വലി. അപ്പം മാതാ നഴ്സറി സ്റ്റാർട്ടായി 1975 തൊട്ട് ഗ്രാഫ്റ്റിംഗ്, അഗ്രികൾച്ചർ എന്ന റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നത്. അറൗണ്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഗാർഡനിങ് ഞങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. സോ പപ്പയായിരുന്നു മെയിനായിട്ട് ഇതിൻ്റെ മൊത്തം റണ്ണിങ്ങും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ 50 years-ആയി ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ് പെർ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോകുന്നത്. അതിൽ നിന്ന് നല്ലൊരു ഹാപ്പി ഉണ്ട്. സോ അതോടൊപ്പം ഇത്രയും നാളത്തെ വർക്കും നല്ല ക്ലയൻസുമാണ് ഞങ്ങൾക്കുള്ളത്. അറൗണ്ട് 300+ ക്ലയൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് മേജർ ടാസ്ക്കാണ് ഇത്. അതിൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുകയാണെങ്കിൽ വെറും 9 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫ്ലാറ്റിൻ്റെ ഉദ്ഘാടനം വരുന്നത്. ആ 9 ദിവസത്തിന് മുന്നെയാണ് എനിക്ക് വർക്ക് കിട്ടിയതും എന്നൊക്കെ ഈ പ്രൊജക്റ്റിലേക്ക് ആയതും. അപ്പോൾ ടെൻഷൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ കാണാൻ തരും ഇത് എൻറ്റയർലി ഇങ്ങനെയല്ലായിരുന്നു സെറ്റപ്പ് വരും. ബട്ട് എല്ലാ സപ്പോർട്ടും ഇവിടുത്തെ എല്ലാവരും സപ്പോർട്ടും കൊണ്ട് എൻ്റെ ഫസ്റ്റ് ടാസ്ക് 9 days തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആസ് പെർ അവർ പറയുന്ന പോലെ, എൻ്റെ ക്ലയൻറ്റ് പറയുന്ന രീതിയിൽ ഭംഗിയായിട്ട് എത്ര 100% എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഈ ചെയ്തത്. സോ ഇതേപോലെ നിങ്ങളുടെ വീട് നല്ല മനോഹരമായി ഗാർഡൻ വർക്ക് ചെയ്ത് ലാൻഡ്സ്കേപ്പ് ചെയ്ത് അടിപൊളിയാക്കണമെങ്കിൽ കോൺടാക്ട് മാതാ നഴ്സറി ആൻഡ് അഗ്രോ ട്രേഡിംഗ് നിയർ പുളിക്കൽ, കോക്ക.